അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ CNG സ്കൂട്ടർ എന്ന വലിയൊരു അത്ഭുതം ഇന്ത്യയിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ തന്നെ വാഹന നിർമ്മാതാക്കളിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ വാഹന നിർമ്മാതാക്കളായ TVSൽ നിന്നാണ്. അത് TVSൻ്റെ ഏറ്റവും ജനപ്രിയ മോഡലായ ജൂപ്പിറ്ററാണ് ഈ പറഞ്ഞ CNGയിൽ ഇറക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് CNG അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയല്ല ലോകത്തിൽ തന്നെ ആദ്യമായി CNGയിൽ ഒരു ബൈക്ക് ഇറക്കിയത് നമ്മുടെ ബജാജ് ആണ് കേട്ടോ. ഈ കാണുന്ന ബജാജ് ഫ്രീഡമാണ് 125 ആണ് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂപ്പിറ്ററും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരുപാട് ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു സ്കൂട്ടറാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കം ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ കിടുക്കാച്ചി, അതായത് നിലവിലുള്ള ഒരു ജൂപ്പിറ്ററിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് ഈ ജൂപ്പിറ്റർ വന്നിരിക്കുന്നത്. ഇവിടെ കാണുന്ന നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഒരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ താക്കോലിടാനുള്ള ഓപ്ഷനും തൊട്ട് അടുത്ത് തന്നെയുണ്ട്. നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു സംഗതി. ഇനി അടുത്തതായി നമ്മുടെ സെൻറ്റർ ഭാഗത്ത് ഹോൾഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കവറോ ബാക്കി സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അനലോഗ് മീറ്ററും ഉണ്ട്, ഡിജിറ്റൽ മീറ്ററും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്പീഡൊക്കെ കാണിക്കുന്ന അനലോഗാണ്, മറ്റെടുത്ത് നമ്മുടെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്നൊക്കെ അറിയാനായിട്ട് ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസിൽ നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ CNG എത്ര ഉണ്ട് എന്നൊരു കുറവ് കൂടുതലൊക്കെ അതിൻ്റെ ഒരു മീറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് ഫുള്ളായിട്ട് CNGയുടെ ടാങ്കായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഉപയോഗങ്ങളൊന്നും CNGയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ. അതിൻ്റെ ചാർജിങ് അല്ലെങ്കിൽ അതിന് ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. വേറെ ഒന്നും തന്നെ കൊണ്ടുപോകാനോ വെക്കാനോ സാധ്യമല്ല. അപ്പോൾ ബൂട്ട് സ്പേസിൻ്റെ ഒരു ഉപയോഗം, സ്കൂട്ടറിൻ്റെ ഒരു പ്രധാന ഉപയോഗം ഈ പറയുന്ന ഈ ബൂട്ട് സ്പേസ് തന്നെയാണ്. അത് ഉണ്ടാവില്ല. ഇനി പുറകുവശത്തേക്ക് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ സെയിം ലുക്ക് തന്നെയാണ്, യാതൊരു മാറ്റങ്ങളുമില്ല. കാര്യമായിട്ടൊന്നും പുറകുവശത്ത് കാണാനില്ല, എങ്കിലും നല്ല വൃത്തിയുള്ള സംഭവം തന്നെയാണ്. ഈ CNG സ്കൂട്ടർ 2025 പകുതിയോട് കൂടി തന്നെ വിൽപ്പന ആരംഭിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ 124.8 cc ആണ് വണ്ടി. സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. മാക്സിമം പവർ 7.2 PS ആണ്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് 9.4 Nm ആണ്. ഇനി ഇതിൽ എത്ര കിലോ CNG കൊള്ളുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ടാങ്ക് എന്ന് വെച്ചാൽ 1.4 kg CNG ടാങ്കാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ 2 ലിറ്ററിൻ്റെ 2 ലിറ്റർ പെട്രോൾ ടാങ്കും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ 2 ലിറ്റർ പെട്രോളും 1.5 കിലോൻ്റെ അടുത്ത്, അതായത് 1.4 കിലോ CNGയുമാണ് ഇതിൽ കൊള്ളുക. ഇത്രയും കാര്യങ്ങൾ ഫുള്ളാക്കി വെക്കുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് 226 കിലോമീറ്റർ പെട്രോൾ 2 ലിറ്ററും ബാക്കി 1.4 കിലോ CNG നിറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം മികച്ച രീതിയിൽ സെയിലാവുമെന്ന കാര്യത്തിൽ, കച്ചവടമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളിലെ കടന്നുകയറ്റാണ്. ഇപ്പോൾ TVS കമ്പനി ആയാൽ പോലും iQube എന്ന സെഗ്മെൻറ്റിൽ TVSൻ്റെ EV സ്കൂട്ടറുകൾ വിൽപ്പന നടക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. എങ്കിലും EVയിലേക്ക് കൺവേർട്ട് ആവാൻ ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സിന് പെട്രോളും CNG മിക്സ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടിയിൽ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോഴുള്ള ഈ പറഞ്ഞ ഇരുചക്ര വിപണിയിൽ നല്ല മത്സരം തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത് നമ്മൾ വണ്ടികളുടെ വീഡിയോസ്, സെക്കൻഡ് വീഡിയോകൾ ചെയ്യുമ്പോഴായാൽ പോലും ഒരുപാട് എൻക്വയറീസ് ജൂപ്പിറ്റർ ഇടുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം സെയിൽ നടക്കുന്നുണ്ട്. അവിടേക്കാണ് മൈലേജ് കൂടുതലുള്ള വാഹനങ്ങളുടെ ഒരു കാറ്റഗറിയിലേക്ക് തന്നെയാണ് ഇതും കൂടി വരുന്നത്. അപ്പോൾ CNG കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ TVSൻ്റെ ഈ ഒരു സെയിൽ നന്നായി കുതിച്ചുയരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്യാവശ്യം EV ആയാലും പെട്രോൾ വണ്ടി ആയാലും നല്ല സെയിലിൽ പോണ ഒരു സമയത്താണ് CNG എന്നൊരു ഓപ്ഷനും കൂടി, അത് ലോകത്തിലെ നമ്പർ 1 അല്ലെങ്കിൽ ആദ്യത്തെ CNG ആയിട്ട് ഇറക്കുന്നത്. അപ്പോൾ ബജാജ് ഫസ്റ്റ് CNG ഇറക്കിയതുപോലെ തന്നെ, എന്നാൽ അതിനേക്കാൾ കൂടുതൽ സെയിലാവാം. ഇപ്പോൾ സ്കൂട്ടറിൻ്റെ ഒരു കാലഘട്ടമാണ്. മിക്കവാറും ആളുകൾ സ്കൂട്ടർ എടുക്കുന്ന സമയം. ഇനി കൂടുതൽ വിശേഷങ്ങൾ വണ്ടി ഇറങ്ങിയതിന് ശേഷം നമുക്ക് കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ എത്രയും കൂടുതൽ ടെക്നോളജി ഇനി വണ്ടികൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു.